ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒന്ന് രണ്ട് ടിപ്സൊക്കെ കളക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാണ്ട് നേരെ നമ്മളുടെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നമ്മൾ ഗ്യാസ് അടുപ്പിന് മുകളിലൊക്കെ വെക്കുന്ന ഈ ഒരു റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് തുരുമ്പ് പിടിക്കുന്ന ഒരു പ്രശ്നമൊക്കെ എപ്പോഴും വരാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വാസലൈൻ എടുത്തതിന് ശേഷം നന്നായിട്ട് നമ്മളൊന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ തുരുമ്പ് വരുന്ന ഒരു പ്രശ്നമൊക്കെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വീക്കിലി വൺസ് ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ എനിക്കിത് കുറച്ചൊരു തുരുമ്പ് വരുന്ന പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ ഇത് വെച്ച് തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നന്നായിട്ട് ഒരതി കൊടുക്കുന്ന സമയത്ത് തന്നെ നല്ലപോലെ കയ്യിലൊക്കെ ഇളകി വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. ആ തുരുമ്പ് വരുന്ന പ്രശ്നമൊക്കെ നമുക്ക് ഒഴിവായി കിട്ടുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരേക്കും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ നമ്മളുടെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ പല്ലീനെയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇടികല്ലിലേക്ക് ഒരു 5-6 ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് പൊടിഞ്ഞ് കിട്ടുമൊന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുക, അത്രയും മാത്രം ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഗ്രാമ്പിൻ്റെ സ്മെല്ലൊക്കെ ഒന്നും കൂടെ നമുക്ക് എഫക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഗ്രാമ്പൂവിൻ്റെ സ്മെല്ലൊക്കെ പല്ലികൾക്കും പാറ്റകൾക്കും ഒന്നും ഒട്ടും പിടിക്കില്ല. അതുകൊണ്ട് തന്നെ ആ പല്ലികളും പാറ്റകളൊക്കെ നമ്മളുടെ വീടുകളിൽ നിന്നൊക്കെ ഒഴിവാകാനായിട്ട് ഈ ഒരു ഗ്രാമ്പ് നമുക്ക് നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഇടികല്ലിലേക്ക് തന്നെ ഞാൻ ആ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടികല്ലിലുള്ളത് മുഴുവനായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിലേക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും. ആ സമയത്ത് വേണം നമ്മൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് തന്നെ ഒരു നല്ല സ്മെല്ല് നമുക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ നന്നായിട്ട് തന്നെ തിളച്ച് വന്ന സമയത്ത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് അരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് അങ്ങ് തണുത്തിട്ടൊന്നുമില്ല, ഒരു മീഡിയം ചൂടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ ചെയ്യാനായിട്ട് ഇതുപോലത്തെ പാത്രങ്ങളൊക്കെ എടുക്കണേ നിങ്ങൾ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും എടുക്കരുത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് നമ്മളുടെ വിക്സ് ആണ് കേട്ടോ. അപ്പോൾ ഈ വിക്സിൽ നിന്ന് ഞാൻ ഒരു കുറച്ച് മാത്രം എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കോല് വെച്ചിട്ടോ അങ്ങനെയൊക്കെ വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വിക്സൊക്കെ മിക്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ ഉപയോഗിക്കാത്ത പാത്രങ്ങളൊക്കെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇനി ഞാൻ ഈ വിക്സ് ഇതിലിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മെൽറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ചൂടുള്ളത് കൊണ്ട് തന്നെ ഇത് മെൽറ്റായി വരാനായിട്ട് കുറേ സമയമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മെൽറ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് നമ്മളുടെ വിനാഗിരിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് സിന്തറ്റിക് വിനാഗിരിയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരു കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഗ്രാമ്പൂവിൻ്റെ വിനാഗിരിയുടെ ഒക്കെ സ്മെല്ല് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് കല്ലുപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കുറച്ച് മാത്രം കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരുപാടൊന്നും വേണ്ട. ഞാനിവിടെ കുറച്ചാണ് നമ്മളുടെ സൊല്യൂഷൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു അളവിലാണ് കേട്ടോ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കല്ലുപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതേ ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കിയ സമയത്ത് നമ്മളുടെ ഉപ്പൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു കുപ്പിയിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ആക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ടിപ്സൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് വീടുകളിൽ തന്നെ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മൾ രാത്രി കാലങ്ങളിൽ നമ്മളുടെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതുവഴി വരുന്ന പല്ലികളും പാറ്റകളും ഒക്കെ ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മളുടെ സിങ്കിലും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിങ്കിൻ്റെ ആ ഹോള് വരുന്ന ഭാഗത്ത് മാത്രമല്ല എല്ലാ ഭാഗത്തും ഞാനൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ വരുന്ന കുഞ്ഞിച്ചേട്ട
ഈച്ചയുടെ ശല്യവും അതൊക്കെ തന്നെ നമുക്ക് ഒഴിവായി കിട്ടും. ഇനി ഞാനിവിടെ ആക്കി കൊടുക്കുന്നത് നമ്മളുടെ കർട്ടൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കർട്ടൻ്റെ അടിയിലൂടെയൊക്കെ എപ്പോഴും നമുക്ക് പല്ലീനൊക്കെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ലേ. അപ്പോൾ അതിലൂടെ വരുന്ന ആ പല്ലികളുടെ ആ ഒരു ശല്യവും നമുക്കിവിടെ ഒഴിവായി കിട്ടും. ഇനി ഞാനിവിടെ നമ്മളുടെ കബോർഡുകളുടെ അടിയിൽ, അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വെക്കുന്ന അലമാരകളുടെ അടിയിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്തൊക്കെയാണല്ലോ കൂടുതലായിട്ട് പല്ലികളുടെയും പാറ്റകളുടെയൊക്കെ ശല്യം ഉണ്ടാവുക. അപ്പോൾ ഇനി ഞാനിവിടെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നമ്മളുടെ ജനലിനരികിലൂടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് എപ്പോഴും പല്ലികളും പാറ്റകളും ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ശല്യമൊക്കെ ഒഴിവായി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.